ഹായ് കൂട്ടുകാരെ, അപ്പൊ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. ഞാനിവിടെ ഈ അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ ട്രയാങ്കിൾ പോലെ ഒരു ഫോൾഡ് കൂടെ കൊടുക്കുക. ആ സമയം ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ അല്ലാതെയും ഒരു സൈഡ് ഓപ്പൺ ആയിട്ട് കിട്ടും. രണ്ട് സൈഡും ഓപ്പൺ വേണമെങ്കിൽ ഇതുപോലെ ഓപ്പൺ ആയ സൈഡിൽ ട്രയാങ്കിൾ പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കണം. ഇപ്പൊ മനസ്സിലായല്ലോ, ഇതുപോലെ ട്രയാങ്കിൾ ആക്കി നല്ല നീറ്റ് ആക്കി ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ 40 ഇഞ്ച് ഹിപ്പ് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മേളിന്ന് ഈ കോണിന്ന് താഴോട്ട് 40 ഇഞ്ചിന് 40 ÷ 4 ആവുമ്പോൾ 10 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 12 ഇഞ്ചാണ് ഞാൻ രണ്ട് സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്ത ശേഷം ഇതുപോലൊന്ന് ചേർത്ത് വരച്ച് അത് കഴിഞ്ഞ് ലെങ്ത്, ഞാനിവിടെ ടോട്ടൽ ലെങ്ത് 41 എടുക്കുന്നത്. അപ്പോൾ ബെൽറ്റ് ഭാഗം ഒരു 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 41 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 38 ഇഞ്ച്. അപ്പൊ എനിക്കിവിടെ ലെങ്ത് 38 ഇഞ്ച് വേണം. ഇവിടുന്ന് ഈ ഹിപ്പ് ഏരിയന്ന് താഴോട്ട് ഞാനൊരു 38 ഇഞ്ച് മാർക്ക് ചെയ്യും. അതുപോലെ മിഡിൽ ഭാഗത്തും ഈ സൈഡിലും ഒക്കെ ഈ 38 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ലെങ്ത് ഭാഗത്ത് എക്സ്ട്രാ 1 ഇഞ്ച് മടക്കി അടിക്കാൻ വേണമെങ്കിൽ തയ്യൽത്തുമ്പ് 1 ഇഞ്ച് മാറ്റി വിടണം. ഞാനിവിടെ ഒരു ബോർഡർ വെക്കുന്നോണ്ടാണ് അവിടെ 1 ഇഞ്ച് എക്സ്ട്രാ വിടാത്തത്. അത് കഴിഞ്ഞ് മേൽഭാഗത്തും മാർക്ക് ചെയ്ത് അത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേ ഷേപ്പിന് കിട്ടും. സ്കേർട്ടിന്റെ അതേ ഷേപ്പിന് ഇതുപോലെ ഒന്ന് കിട്ടും. ഇനി ഈ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തിലോട്ട് മാർക്ക് ചെയ്യാം. പേപ്പർ ട്രയാങ്കിൾ പോലെ ഇട്ടല്ല രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത്, അതുപോലെ ഈ ക്ലോത്ത് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ആക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കോണില് ഒന്ന് 12 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പൊ ഈ മേളിൽ നിന്ന് പിടിച്ച് ഒരു 12 ഇഞ്ച് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെന്ററും ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി 38 ഇഞ്ച് ലെങ്ത് ഇതുപോലെ ഒന്ന് പിടിച്ച് താഴോട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇതുപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് മാർക്ക് ചെയ്ത് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണേ. കറക്റ്റ് പിടിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇവിടെ ഈ ഹിപ്പ് ഏരിയ ഈ ഭാഗത്തൊന്ന് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ നല്ല ഭംഗിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ലെങ്ത് ഭാഗം കട്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ കട്ട് ചെയ്യാണ്. മാർക്ക് ചെയ്ത ഒരു സൈഡ് ലെങ്ത് കറക്റ്റ് ആണ്. ഈ കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന തുണി എടുത്ത് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പം ലെങ്ത് ഭാഗം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ക്ലോത്ത് കുറവുള്ള സൈഡിൽ എങ്ങനെയാണ് ഇതിനെ അറ്റാച്ച് ചെയ്തതെന്ന് കാണിച്ചു തരാം. കട്ട് ചെയ്ത് മാറ്റിയ ഈ പാർട്ട് ഇതുപോലെ ഒന്നെടുത്ത് ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിപ്പോ ഞാൻ സ്ട്രെയിറ്റ് ആയ വശമാണ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ സ്ട്രെയിറ്റ് ആയ സൈഡ് എടുത്ത് ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കണം. 2-3 പിന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സെറ്റ് ആക്കി വെക്കുക. അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഈ ബാലൻസ് വരുന്ന തുണി താഴ്ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞ് ഒന്ന് ലൈനിങ് കൂടെ കട്ട് ചെയ്യേണ്ടതുണ്ട്. ലൈനിങ് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അതും ഞാൻ ആദ്യം ഒരു പേപ്പറിൽ പറഞ്ഞുതരാം. കാരണം ലെങ്ത് കൂടിയ തുണിയല്ലേ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാനിവിടെ 2.5 മീറ്റർ തുണി എടുത്തതിന് ഇതുപോലെ ഒറ്റ ഫോൾഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലെങ്ത് എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് അതിവിടെ മാർക്ക് ചെയ്യാം. ഞാനിവിടെ മെയിൻ ക്ലോത്തിനേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചാണ് ലൈനിങ് ക്ലോത്തിൽ മാർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അണ്ടർസ്കേർട്ട് മോഡലാണ് ഞാൻ ഈ ലൈനിങ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മേളില് ഇവിടെ കണ്ടില്ലേ, ഹിപ്പ് ഏരിയ എനിക്കിവിടെ 40 ആണ്. 40 ÷ 4 10. 10 + 2 2 ഇഞ്ച് തയ്യൽ തുമ്പാണ്. അപ്പൊ 12 ഇഞ്ച് കിട്ടും. അത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വന്ന് 12 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
കണ്ടോ, ഇവിടെ 12 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതുപോലെ ഇനി ഈ റൈറ്റ് സൈഡ് ഈ എൻഡിലും 12 ഇഞ്ച് സെയിം അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ മേളിലും 12 ഇഞ്ച് താഴെയും 12 ഇഞ്ച് കൊടുത്തല്ലോ. ഈ മാർക്കുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ ലെങ്ത് ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ലെങ്ത് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ യോജിപ്പിച്ച് വരച്ചു കൊടുത്തല്ലോ. ഇനിയിപ്പോ ആ കണക്കിന് അതേ ഷേപ്പിനൊന്ന് അതും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് 4 പാർട്ട് കിട്ടും കേട്ടോ. ഫ്രണ്ടിലൊരു 2 പാർട്ട്, ബാക്ക് സൈഡിനൊരു 2 പാർട്ട്. കണ്ടോ, ഇതുപോലെ നമുക്ക് നമ്മുടെ ലൈനിങ് കിട്ടും. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ അംബ്രല്ല സ്കേർട്ടിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. എല്ലാ പാർട്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ടോ, ഇതിന്റെ കൂടെ ഈ ബെൽറ്റും കൂടെ വയ്ക്കുമ്പോൾ കറക്റ്റ് ആവും. ബെൽറ്റും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. മെയിൻ ക്ലോത്തും ഈ ലൈനിങ്ങും ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ബെൽറ്റും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ലൈനിങ് ക്ലോത്തിൽ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഈ ലൈനിങ് ക്ലോത്തിനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പൊ ലൈനിങ് ക്ലോത്ത് 2ആയിട്ട് മടക്കി ഇതുപോലെ കണ്ടില്ലേ, ലെങ്ത് മാർക്ക് ചെയ്ത ശേഷം ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 12 ഇഞ്ച് ഇതുപോലെ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് താഴെ റൈറ്റ് സൈഡിൽ 12 മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റുകളും തമ്മിലൊന്ന് ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്തതിന്റെ മേളിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കട്ടിങ് കംപ്ലീറ്റ് ആവും. ഇനി വേണ്ടത് ബെൽറ്റ് ആണ്. അപ്പൊ ബെൽറ്റ് ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു 6 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഹിപ്പ് ഏരിയ 4/1 ഭാഗമാണല്ലോ 10. അപ്പൊ ഞാനിവിടെ ഒരു ഹാഫ് ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് അങ്ങനെ രണ്ടിനും 2 ബെൽറ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു പാർട്ടിന് ഹിപ്പ് ഏരിയ 40 ഡിവൈഡഡ് ബൈ 2 അപ്പോഴത്തേക്ക് 20 വരും. ആ 20 ഇഞ്ചിന്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 22 ഇഞ്ചാണ് ഞാൻ ലെങ്ത് കൊടുക്കുന്നത്. ബെൽറ്റിൽ ഞാനിവിടെ ലൈനിങ് കട്ട് ചെയ്ത് അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും സെയിം അളവിൽ കട്ട് ചെയ്തു, ഫ്രണ്ടിനും ബാക്കിനും. അത് കഴിഞ്ഞിട്ട് ഈ മെയിൻ ക്ലോത്ത് സ്കേർട്ടിന്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ ഈ ഹിപ്പ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബെൽറ്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ബെൽറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സ്കേർട്ടിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും പിടിച്ച് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം ബെൽറ്റ് ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. 2ആയിട്ട് മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ആദ്യം ബെൽറ്റിന്റെ ഒരു സൈഡ് അടിച്ചെടുക്കാം, അത് കഴിഞ്ഞ് അടുത്ത സൈഡ് അടിച്ചെടുത്താൽ മതി. 2 സൈഡും ഇതുപോലൊന്ന് ബെൽറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് ഇതുപോലൊന്ന് മറിച്ച് അടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഈ ഫ്രണ്ട് പാർട്ടിന്റെയും ബാക്ക് പാർട്ടിന്റെയും ഈ ഒരു സൈഡ് ബെൽറ്റ് ഏരിയ ഇതുവരെ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. അത് കഴിഞ്ഞ് ഈ മെയിൻ ക്ലോത്തുകൾ തമ്മിൽ ലൈനിങ് ഇപ്പൊ ഒന്നിച്ച് പിടിക്കാൻ പാടില്ല. ഈ മെയിൻ ക്ലോത്ത് 2 സൈഡിൽ മെയിൻ ക്ലോത്തും ഈ ഹിപ്പ് ഏരിയ തൊട്ട് താഴെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മെയിൻ ക്ലോത്ത് അടിച്ച പോലെ തന്നെ ലൈനിങ് രണ്ടും പിടിച്ച് താഴെ വരെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡ് അതും കൂടെ സ്റ്റിച്ച് ചെയ്ത ശേഷം ബെൽറ്റ് മറിച്ചടിച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഈ സൈഡിലെ ബെൽറ്റ് അതൊന്ന് ചുരുട്ടി അടിച്ചു കൊടുക്കാം. താഴോട്ട് ഈ ബെൽറ്റ് ഏരിയയുടെ താഴോട്ട് 2 ഇഞ്ച് കൂടെ ഇറക്കിയാണ് ഇതുപോലെ ഒന്ന് ചുരുട്ടി അടിച്ചു കൊടുക്കുന്നത്. ഈ സൈഡിലെ ഓപ്പൺ ഏരിയ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം താഴെ വരെ മെയിൻ ക്ലോത്തും ലൈനിങ് പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് മെയിൻ ക്ലോത്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത്
അത് കഴിഞ്ഞ് ലൈനിങ്ങും കൂടെ പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഇതുപോലെ കിട്ടും നമ്മുടെ ഓപ്പൺ. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഇതൊന്ന് ഈ എൻഡ് ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് ഒന്നുപോലെ ചേർത്ത് പിടിച്ച് ഈ എൻഡില് ഒന്നിച്ച് വെച്ചിട്ട് 1 ഇഞ്ച് നീളത്തിലൊന്ന് കൂട്ടി ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കും. അപ്പൊ കണ്ടോ, ഇതുപോലെ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. ഇനിയാണ് ഈ ബെൽറ്റ് ഒന്ന് മറിച്ചടിച്ചെടുക്കാനുള്ളത്. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപോലെ പിടിച്ച് കറക്റ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ച് കറക്റ്റ് ലെവലിൽ പിടിച്ച് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ ലൈനിങ് ആണ് ഇതിന്റെ ലെങ്ത് ഏരിയയുടെ ഈ ലൈനിങ് ഒന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന്റെ ടോപ്പിന്റെ ക്ലോത്തിൽ നിന്ന് ഒരു 2.5 ഇഞ്ച് വീതിക്ക് ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒരു ബോർഡറും കൂടെ 2 ലെയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഹിപ്പ് ഏരിയ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എലാസ്റ്റിക് വേണമെന്നുള്ളവർക്ക് എലാസ്റ്റിക് കൊടുക്കാം. ഞാനിവിടെ കെട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ കെട്ടിനെ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ സ്ക്വയർ പീസ് കട്ട് ചെയ്ത് ഒരു 3 ലെയർ ആയിട്ടാണ് ഈ ഡോരി കൊടുക്കുന്നത്. അപ്പൊ ഡോരി ഇതുപോലെ കൊടുക്കാൻ വേണ്ടി 2ആയിട്ട് മടക്കി ഒരു തുണി, ഇത് ഞാൻ 2ആയിട്ട് മടക്കിയാണ് ഇങ്ങനെ വെച്ചിട്ട് ഈ കെട്ട് പോർഷൻ എടുത്ത് സെന്റർ ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് സെന്റർ ചെയ്ത് വെച്ച് ഇനി സ്റ്റിച്ച് ചെയ്യണം. ഈ സൈഡിലും കണ്ടില്ലേ, ഇതുപോലെ സൈഡിലും ഈ താഴ്ഭാഗത്തും. മേളിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല, 2 സൈഡും ഈ താഴ്ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കണം. അതിനുശേഷം സൈഡിലോട്ട് ഈ ബാലൻസ് നിൽക്കുന്ന തുണിയെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ഡോറി ഇവിടെ കിട്ടിയതെന്ന്. ഞാനപ്പോ ഇത് 3 ലെയറാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ അംബ്രല്ല സ്കർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.